ഹലോ, അപ്പോൾ അതെ ഇന്ന് ഡിസംബർ 29 കേട്ടോ. എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് ഫസ്റ്റ്. അപ്പോൾ ഇന്ന് തീരെ വയ്യായിരുന്നു, ജലദോഷമൊക്കെ ആയിട്ട്. അപ്പോൾ ഏട്ടനോട് രാവിലെ തന്നെ ഒരു കോഫി ഉണ്ടാക്കിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കുറച്ച് കല്യാണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പൈസ ഒക്കെ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇരുന്നു ഞാൻ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി. പൊന്നും കൂടെ ഉണ്ട് കേട്ടോ കൂടെ. എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം, ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ ഉണ്ട്, വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം, പിന്നെ ഡെക്കറേഷൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഫുഡ് എന്ന് പറയാല്ല, ഞാൻ കോഫി പിന്നെ ഷവർമ റോളും കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ വാങ്ങിയതാണ്. അതൊക്കെ വാങ്ങി ഇവിടെ പാപ്പന്മാരെ മക്കളെല്ലാവരും കൂടെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ സെറ്റ് ചെയ്ത് വീർപ്പിക്കലും പിന്നെ മറ്റേ ആനിവേഴ്സറീൻ്റെ ആ ഒരു ഇത് സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഇതേ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. ഇന്നലെ രാത്രിയാണ് ഞങ്ങളിങ്ങനെ പ്രോഗ്രാം നടത്താൻ തന്നെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വാങ്ങുക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഡെക്കറേഷൻ ഐറ്റംസിന് തന്നെ എന്ത് വാങ്ങണമെന്നൊന്നുമില്ലായിരുന്നു. കടയിലെത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് വാങ്ങിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഇതേ ഗീ റൈസും പിന്നെ ചിക്കൻ കറിയാണ്. അപ്പോൾ അത് വീട്ടിൽ തന്നെ പാപ്പന്മാരുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പാപ്പന് വൈന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മുന്തിരി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുടിച്ചു. പിന്നെ ഫുൾ ഡെക്കറേഷൻ പരിപാടികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ആനിവേഴ്സറി പറയുകള്. അതൊന്നും വേണ്ട, ഇല്ലല്ല വേണ്ട. ഇത് മതിയോ? നീല ഷർട്ട് ഉണ്ടോ? പിലാത്തോട്ടത്തിലെ ഹൗസിലെ മെയിൻ ആട്ടോ. ഹൗസിലെ മെയിൻ ആണേ. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. സ്വന്തം ആനിവേഴ്സറി ആണ്. ഇവിടെ നിന്ന് മെയിൻ ആവുക കേട്ടോ. പണിയൊന്നും എടുക്കൂല, പക്ഷെ മെയിൻ ആവുക, പണിയൊന്നും എടുക്കൂല. പിന്നെ ഏട്ടന് ഇവിടെ ഒരു ചാർട്ടിൽ ഞങ്ങളെ പേരൊന്നും എഴുതുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് രണ്ടാളും പേരൊന്നും എഴുതുക, പിന്നെ എന്തെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു ഡിസൈനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏട്ടൻ ഇവിടെ അകത്ത്. അപ്പോൾ അത് ഇവിടെ ഡെക്കറേഷൻ പരിപാടികൾ തുടങ്ങി കേട്ടോ. നോർമലായിട്ടങ്ങ് ചെയ്ത് കൊടുത്തതാണേ. കേക്ക് തിന്നാളെ കൊതി 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 പൊട്ടിക്ക്. എന്താ ചേർത്തൂനടുത്ത് കാ പൊട്ടിച്ചേ? പൊക്കി പൊട്ടിക്കണം. ചെറുതൂരേ തട്ടാസ് വേണ്ടി ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ നേരെ എൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ തന്നെ ഏട്ടനത് ഗിഫ്റ്റ് തന്നു. പിന്നെ ഉണ്ടാവും എന്ന് നമുക്കറിയാം, പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഉണ്ടാവും എന്നുള്ള പിന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് തന്നു കേട്ടോ. അന്ന് കഴിച്ചാ മതി. സങ്കടം കണ്ടു. ചേച്ചി കോളേജിൽ ക്യാമ്പിന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനുണ്ട്. ആൾ ഭയങ്കര സങ്കടത്തിലാണ് പ്രോഗ്രാമിന് കൂടാൻ കഴിയാത്തതുകൊണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഏട്ടൻ തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അരവണ അതിന്റെ ഉള്ളിലൊന്നല്ലേ സന്തോഷിപ്പിക്കാണോ അറിയില്ലല്ലോ.
പറ്റിച്ച് പറ്റിച്ച് താട്ട പറ്റിച്ച് താട്ട പറ്റിച്ച് അതെന്താ ഐഫോൺ ഐഫോൺ തിരിക്കി ചേച്ചി എങ്ങോട്ട് തിരിക്കി ഐഫോൺ പറ്റിച്ച് അതിനുള്ളിലൊന്നുമില്ല കുഞ്ഞിട്ടനല്ലേ അയ്യോ വൈറ്റി ചേച്ചി പൊളിച്ച് കാണിച്ചടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് കിട്ടിയിട്ടുള്ളത് ഐഫോൺ. അപ്പം ഞങ്ങൾ പറയലുണ്ട് ഇങ്ങനെ പരസ്പരം വാങ്ങണം എന്നുള്ളത്. ഇപ്പം നല്ല കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് കേട്ടോ കിട്ടിയത്. അപ്പം എനിക്ക് എന്താ പറയണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. നല്ല വീഡിയോ എടുക്കണേ പൊട്ടിച്ച് നല്ല വീഡിയോ എടുക്കണേ. പിന്നെ നേരെ എൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാറുണ്ട് എല്ലാവരും കൊണ്ടുപോയി കൊടുത്തിട്ടോ. അപ്പം അത് അൺബോക്സ് ചെയ്യാണ്. അപ്പൊ മറ്റുള്ളതാണ് കയറ്റി കേക്ക് കിട്ടിയില്ലല്ലോ ചക്കര കുഞ്ഞാടാടെ ഷെഡി പ്രതീക്ഷിച്ച് പിന്നെ അമ്മൻ്റെ ഗിഫ്റ്റും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാണ് കേട്ടോ. അതിൽ നല്ലൊരു പാദസരമായിരുന്നു. വെള്ളീൻ്റെ ഒരു പാദസരമാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതേ പാപ്പൻ്റെ മോള് തന്നു, ചെറിയൊരു ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഫുൾ ഗിഫ്റ്റ് എടുക്കലും പിന്നെ പരിപാടി ഫോട്ടോസും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് പിന്നെ അതിൻ്റെ പാപ്പൻ്റെ മക്കൾ തന്ന ഗിഫ്റ്റാണ്. അപ്പം അതിലെന്താ എഴുതി വെച്ചതെന്താ വിവാഹ വാർഷികാശംസകൾ മീൻകാരി കുട്ടിയെടുത്തിന്ന് അങ്ങനെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗിഫ്റ്റ് തന്നു. അത് അപ്പം തന്നെ അവിടുന്ന് അൺബോക്സ് ചെയ്യണമെന്നും പറഞ്ഞു കേട്ടോ. സാധനം ഇതാക്കണ് ഞങ്ങൾ വാങ്ങുകയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. ഇങ്ങനൊന്നും എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നേ. ഇങ്ങനത്തെ എഴുത്തൊന്നും മീൻകാരനെ എവിടെ വന്നറിയില്ല. കുട്ടിയെടുത്ത് പിന്നെ പാപ്പൻ്റെ മോൻ അങ്ങനെയാണ് എന്നെ വിളിക്കൽ, കളിയാക്കി വിളിക്കൽ. അപ്പോൾ ഓരോ വകയുള്ള ഗിഫ്റ്റ് തന്നു. അത് അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്യണമെന്നും പറഞ്ഞു കേട്ടോ. അൺബോക്സ് ചെയ്യാൻ നേരെ എല്ലാം കൂടെ നൈസായിട്ട് അവിടുന്ന് മുങ്ങിയുണ്ട്. സാധനം എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിന് കിട്ടിയൊരു ഫോട്ടോ ഫ്രെയിം ഞങ്ങളിവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം എടുത്ത് നേരെ ഗിഫ്റ്റ് ബോക്സൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി തന്നതാണ് കേട്ടോ സാധനം. എന്നാലും അങ്ങനെ തരാൻ കാണിച്ചൊരു മനസ്സുണ്ട്. അത് ആരും കാണാതെ പോകരുതല്ലോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി, ഫുഡൊക്കെ കഴിച്ച് പോയി. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ നേരെ ഗിഫ്റ്റൊക്കെ മുകളിൽ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി അത് അൺബോക്സിങ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.